അപ്പം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇതെങ്ങനെയെന്ന് തന്നെ എനിക്കറിഞ്ഞിടാം. അതിരണ്ടെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അതിനെ പറ്റിയാണ് സംസാരിച്ചെടുക്കുന്നത്. എനിക്കിപ്പോൾ വെച്ചാൽ എനിക്കൊരു ഇതാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഈ സന്തോഷം എങ്ങനെയാണ് നിങ്ങൾ പകർത്തി തരേണ്ടതെന്ന്. സോ ഐ ആം ലൈക്ക് ഡിസി. എങ്ങനെയാണ് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന്. സോ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എനിക്ക് ഞാനിതൊക്കെ കൂടുതൽ കാണുന്നതായതുകൊണ്ട് നിങ്ങളിവിടുത്തെ ആളല്ലെങ്കിൽ ഇതൊക്കെ കണ്ടോട്ടോ. എനിക്കിവിടെ ഇഷ്ടം, എനിക്ക് നാടാണ് ഇഷ്ടം. അത് ലൈറ്റും കൂടി കത്തിയിരുന്നെങ്കിൽ പൊളിയായിരുന്നേ. അതാണ് എയർപോർട്ടിലെത്തി ഞങ്ങൾക്കൊക്കെ കൊണ്ടാണ്. എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. കുറേ അല്ല, ഞാൻ ഫ്രണ്ടിലേക്കല്ല കളിക്കുന്നത്. അപ്പം കുക്കിന് കിടാവാണ്. പിന്നെ ആൾക്കാർ കാണുന്നവർ നിന്നെ പോകുന്നവർ നിന്റെ വർത്താനം കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല. അതോ ആരെയും കാണാൻ നിന്നാൽ തന്നെ പിന്നെ ഞാനതിൽ കുറച്ച് മൈൻഡേ പോയിട്ട് അമ്മ ഡോണ്ട് ഡു. സോ അങ്ങോട്ട് ഇതാവുന്നില്ല. ഈ കുക്കറ് കിട്ടാൻ വന്നില്ല. എടാ എയർപോർട്ടെത്തി എയർപോർട്ട് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അല്ല, ഞങ്ങളെത്തി. കുക്കുവിനോട് അടുത്താ കൈബന്ധിക്കാൻ പറയണേ. ഞങ്ങൾ ഗേറ്റിലേക്ക് അപ്പൊ ഞാൻ ജഗത്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ജഗത്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. സോ നമുക്ക് കാണാം. കുക്കിനെ കൊത്തിയാണ് ഗൈസ്. കരിക്കൊണ്ടിരിക്കുകയാണ് കൂടെയാണെന്ന്. അയ്യോ ഞങ്ങൾ രണ്ടാളെ ഞാൻ കണ്ട് എവിടെ നടന്നു വരുന്നുണ്ട്. വേണ്ട ഞാൻ തന്നെ നോക്കാം. അതെ അതെ. ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് കുക്കിനെ കാണിച്ചേ. എവിടെ പോയി? എവിടെടാ? കണ്ടില്ലേ കിട വട്ടൻ എന്ത് പറഞ്ഞ അവർക്ക് ഫൈനലി എന്ത് 6 7 എന്തെറ്റില്ല. ഫൈനലി ഞാൻ കണ്ടു. എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്ത്
കുറെ കളർ പെൻസിലൊക്കെ കണ്ടില്ല. ഒരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. ആസ് എ ഗിഫ്റ്റ് ഹി ബ്രിങ് ഫോർ മീ. ബൈ.